നിനക്ക് എത്ര ധൈര്യം ഉണ്ട് എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ? ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നേ? നിനക്ക് അത്രയ്ക്ക് വല്ല മറവി രോഗം ഉണ്ടാ അതിനിടയ്ക്ക് മറക്കാൻ? നീ എല്ലാം മുമ്പിൽ വെച്ച് എന്നെ നാളെ എടുത്തില്ലടി. 45 രൂപയുടെ ചോക്ലേറ്റ് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ കിടന്ന് തുള്ളുന്നത്. ആ പൈസ ഞാൻ തരാത്തോണ്ടാണല്ലോ നീ എന്നെ എല്ലാരും മുമ്പിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ചു. ഞാൻ എന്ത് അപമാനിച്ചു എന്നാ? കടക്കാരൻ പൈസ ചോദിച്ചപ്പോ നിങ്ങൾ പോക്കറ്റിൽ കൈയിട്ടോണ്ട് മിണ്ടാതിരുന്നപ്പോ കയ്യിൽ പൈസ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് ഇത്ര വലിയ കുറ്റം. അതെ, അതുകൊണ്ടാണ് നീ എല്ലാരും മുമ്പിൽ വെച്ച് എന്നെ വെറും ഒരു കഴിവ് കിട്ടാനാക്കിയത്. ഇനി മനഃപൂർവ്വം തന്നെ ഞാൻ നിനക്ക് പൈസ തരാത്തത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അങ്ങനെ വെറുതെ കൊണ്ട് കളയാൻ എനിക്ക് സൗകര്യമില്ല. അല്ലെങ്കിൽ 5 പൈസ ഗുണം ഉണ്ടാടി നിന്നെ കൊണ്ട്. നീ എന്നെ ഏറെന്നല്ലേ ജീവിക്കുന്നത്. വെറും 45 രൂപയ്ക്കാണോ നിങ്ങൾ ഇങ്ങനെ ചീപ്പാവുന്നത്? ഇതിനേക്കാളും ഞാൻ ചോദിക്കണ്ടായിരുന്നു. നിർത്തടി നിന്റെ സെന്റിമെന്റ്സ് മതി. ഇത് അവസാനമായിരിക്കും. ഇനി എന്റെ കൂടെ പുറത്തിറങ്ങുമ്പോ ഇമ്മാര് ഷോ ഇറക്കിയ നീ വിവരം അറിയും. ഇവിടെയൊക്കെ ഈ കിടക്കുന്ന ഈ ചവറൊക്കെ നീ കാണുന്നില്ലേ? അതുപോലെ മാറ്റിൽ കിടക്കുന്ന കൊടിയോ? ഇനി ഇതൊക്കെ ശരിയാക്കാൻ ഞാൻ വേറെയുള്ളവരെ കൊണ്ടുവരണോ? അതൊക്കെ ഞാൻ തട്ടി കുടഞ്ഞതാ അമ്മ. താണ്ട ഈ കിടക്കുന്ന വലയൊക്കെ ഇതൊക്കെ നിനക്കൊന്ന് അടിച്ചൂടെ? എന്നും ചൂലും കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നതാണല്ലോ ഇതൊക്കെ ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട്. എന്റെ അമ്മ, ഞാൻ ഇവിടെ പറ്റുമ്പോൾ എന്റെ പണിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കുറ്റം കണ്ടുപിടിക്കുന്നത്? ഇനി ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞങ്ങനെ നിന്നോ? എന്റെ 5-6 തുണികൾ അവിടെ ഇട്ടിട്ടുണ്ട്, അത് കൂടെ ഒന്ന് കഴുകിയിടും. അമ്മ, എന്റെ കുറച്ച് തുണികൾ ഞാൻ കഴുകിയതാ. ഇനി ഇതൊക്കെ എപ്പ ചെയ്യാനാ ഞാൻ? എന്റെ 5-6 തുണിയും കൂടെ കൈയിട്ടെന്ന് പറഞ്ഞേ നിന്റെ കൈയൊന്നും അങ്ങനെ ഒടിഞ്ഞു പോകില്ല. അത് കഴിഞ്ഞിട്ട് തറയൊക്കെ ഒന്ന് തുടക്കി എന്നിട്ട് പോയി ഫുഡ് ഉണ്ടാക്ക്. 12:30 മണിയാകുമ്പോ എനിക്ക് ഫുഡ് കഴിക്കണം, ഗുളി കഴിക്കാനുള്ളതാ. വണ്ടി നിൽക്കാൻ പോയി ചെയ്യടി അങ്ങോട്ട്. അല്ലേ എന്താ കഴിക്കാൻ? നിങ്ങക്ക് കണ്ണിനുള്ള പ്രശ്നമുണ്ടോ? നീ കഴിക്കാതെ ഞങ്ങൾക്ക് ആര് വിളമ്പി തരും? അതിന് അമ്മേശ വീടിന് കഴിക്കല്ലേ, ഇനി ആർക്ക് വിളമ്പാന്നാ? ഞങ്ങൾക്ക് തന്നെ. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം, പോയി ഉണ്ടായിക്കൊണ്ടോ. ഓ എന്തു ആടി? ഞാൻ കഴിച്ചു തീരുന്നവരെ നീ അങ്ങോട്ട് മാറി നിൽക്കും. ഇതെന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എരിയില്ല, പുളിയില്ല, ഇതൊക്കെ മനുഷ്യന് തിന്നാനുള്ള തന്നെ. അവിടെ ഒരു കറി. എടി, എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കടി. നീ ഈ ഉണ്ടാക്കി കളഞ്ഞതിന്റെ വില എത്രയാന്ന് നിനക്ക് അറിയാമോ? ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം എനിക്കറിയാവോ? എടി, കല്യാണം കഴിഞ്ഞിട്ട് വർഷം 1 ആയില്ലേ? നിനക്ക് ഇതുവരെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വയ്യേ? നീ വയ്യെങ്കിൽ പറ. അവനെ നല്ല മണി പോലത്തെ പെമ്പിള്ളാരെ ഞാൻ വേറെ കൊണ്ടുവരും. അവ എന്താ പറഞ്ഞിട്ട് പോയെന്ന് നീ കേട്ടില്ലേ? നേരാവണ്ണം വച്ച് വിളമ്പാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ഇവിടെ കണ്ടുപോരുന്നാ പറഞ്ഞത്. വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോടി വേഗം. നീ ആ തുണിയെല്ലാം കഴിയിട്ടല്ലേ? ഒരു കാര്യം ചെയ്, മീൻ ഇരിപ്പുണ്ട്, ഉച്ചത്തേക്ക് മീൻ വെക്ക്. നല്ല എരിയും പുളിയും ഇട്ടൊക്കെ വെക്ക് കേട്ടോ. അമ്മയ്ക്ക് എരിവും പുളിയും വേണമെങ്കിലേ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് പഠിക്കാനുണ്ട്. എന്താ നീ പറഞ്ഞേ? പഠിക്കാനുണ്ടെന്നാ? എന്റെ മോൻ അറിഞ്ഞതിനുണ്ടല്ലോ നിന്നെ വച്ചേക്കത്തില്ല. ഒന്നും സംഭവിക്കില്ല. അമ്മയ്ക്കൊരു വേലക്കാരിനെ വേണമെങ്കിലേ പോയി ഒരു മരുമോളെ കണ്ടുപിടിക്കാൻ നോക്ക് പുതിയതായിട്ട്. ഈ പെണ്ണിന് ഇത് എന്തോന്നൊക്കെ പറ്റി? ഇവിടെ ചായ ഒന്നുമില്ലേ? നിന്റെ റൂം വൃത്തിയാക്കാത്ത? വീണ്ടും തുടങ്ങി എന്തിന്റെ PC ഉണ്ടാക്കല്? നിന്റെ ഫോണെ അറിഞ്ഞ പൊട്ടി. ഇതറിഞ്ഞ പൊട്ടികൾ അവകാശം നിങ്ങൾക്കില്ല. പഠിക്കാനുള്ള എന്റെ സ്വപ്നമായിരുന്നു. ഇവിടെ കിടന്ന് വേലക്കാരിയെ പോലെ പണിയെടുത്തിട്ട് ഒരു പട്ടിയുടെ വില നിന്ന് തന്നിട്ടുണ്ടാ. ആ ആളാണ് ഇനി പഠിത്തത്തിന്റെ വില മനസ്സിലാക്കാൻ പോകുന്നത്. നീ അടി എന്നെ ചോദ്യം ചെയ്യാൻ അടിക്കണ്ട. ഭാര്യ എന്ന് വെച്ചാലേ നിങ്ങൾ അടിയും തൊഴിയും കൊണ്ട് കിടക്കുന്ന ഒരു യന്ത്രമൊന്നും അല്ല. ഞാൻ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നോക്കിയതല്ലേ. അപ്പൊ എനിക്ക് കിട്ടിയതോ അവഗണന മാത്രം. ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിലേക്ക് ജീവിക്കണം. നീ PSC ഉണ്ടാക്കി അങ്ങ് കളക്ടർ ആവുമല്ലോ നാളെ. കളക്ടർ ആവില്ലെന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പഠിത്തം വെച്ചിട്ട് ഞാൻ ഒരു ജോലിക്കെങ്കിലും കയറും. ഞാൻ നാളെ തൊട്ടേ പാരലൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവാം. നീ എവിടെ വേണോ പൊക്കോ, പക്ഷെ പിന്നെ തിരിച്ച് ഒരു വരെ ഈ വീട്ടിനകത്തോട്ടില്ല. അയ്യടേ, ഒരുങ്ങിക്കെട്ടിച്ചമഞ്ഞത് എങ്ങോട്ടാണ്? നീ ജോലിക്കെന്നും പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി പോയാലേ
ഈ വീട്ടിലെ ജോലി പിന്നെ ആര് ചെയ്യുന്നതാണ്? ഞാൻ ചെയ്യുന്ന പണിക്കെല്ലാം അമ്മയ്ക്ക് കുറ്റമല്ലേ ഉള്ളൂ. ഇനി ഇവിടുത്തെ പണിയെല്ലാം അമ്മ അങ്ങ് വൃത്തിയായി ചെയ്താൽ മതി. എന്റെ വാക്ക് കേൾക്കാതെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ തിരിച്ച് ഈ പടി ചവിട്ടല്ലോ. അല്ലേ തന്നെ ഈ പടി കയറണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. നിങ്ങളൊരു താലിയേറ്റെന്ന് വെച്ചിട്ടേ ഇവിടുത്തെ അടുക്കളയിലെ പണിയെല്ലാം ചെയ്ത് നിങ്ങൾ അടിമയാണെന്ന് എന്നെ കിട്ടില്ല. ഇതെന്താ പുറത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് അകത്ത് മാത്രം ലൈറ്റ് ഇട്ടേക്കുന്നത്? അമ്മേ, ശിവേട്ടാ, അമ്മേ, ശിവേട്ടാ. ഇവരെന്ത് എടുക്കാത്തെ? എനിക്കടി ഇപ്പോഴെങ്കിലും മനസ്സിലായടി നിന്റെ സ്ഥാനം എവിടെയാണെന്ന്. 10-45 രൂപയ്ക്ക് എന്നെ എല്ലാവരും മുമ്പിൽ നാണം കെടുത്തി നിനക്കേ ഇത് വന്നാ പോരാ. നോക്ക്, ഇനി സമയം വൈകിട്ടില്ല. ആ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടേ പഴയതുപോലെ ഇവിടെ കഴിയാന്ന് പറഞ്ഞ അകത്ത് കയറിയോ? അത് ആദ്യം സൂചിച്ചാടന്ന് ഉറങ്ങിയോ? പോയി ചായ എടുക്കും. അകത്ത് കേറിയാ? ഒരു കാര്യം ചെയ്യും, എനിക്കുള്ള ചായ ഇട്ടു. ഞാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നും അല്ല. അടുക്കളയിൽ പഞ്ചസാര ഇരിപ്പുണ്ട്, തേയിലപ്പൊടി ഇരിപ്പുണ്ട്. വേണം കിട്ടു കൂടി അങ്ങോട്ട്. എനിക്ക് നിങ്ങൾക്ക് കിട്ടുതരാൻ സൗകര്യമില്ല. എന്താടി അമ്മ എടുത്ത് പറഞ്ഞ? നിനക്ക് അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കാൻ സൗകര്യം ഇല്ലെന്നാ? ഒരു രാത്രി മൊത്തം പുറത്ത് നടന്നിട്ട് നിന്റെ അഹങ്കാരം തീർന്നില്ലല്ലേ? ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വീട്ടിലെ പണി എല്ലാം ചെയ്യുമ്പോഴേ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഞാൻ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്ന കണക്ക് നോക്കുമ്പോഴേ നിങ്ങൾ എനിക്ക് 2 ലക്ഷം രൂപയെങ്കിലും തരേണ്ടി വരും. അപ്പൊ ആ പൈസ എനിക്ക് അപ്പൊ കിട്ടി. നീ പൈസയുടെ കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലോടി. നീ ഇവന്റെ ഭാര്യയല്ലേ? അതെ, ഭാര്യയാണ്, അല്ലാതെ വേലക്കാരിയല്ല. സ്നേഹം കിട്ടുന്നിടത്തേ ഞാൻ അടിമ തന്നെയാണ്. പക്ഷെ അടിമത്തം കിട്ടുന്നിടത്തേ അങ്ങനെ നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. പോയ അമ്മയ്ക്ക് ചായ എടുത്തോളൂ. കണ്ടോ, എന്തെങ്കിലും ഒരു കൂസൽ അവളുടെ മുഖത്തുണ്ടോ നോക്കണം. ഞാൻ നിന്നെ കുറ്റം പറയുള്ളൂ. ഇതൊക്കെ ആദ്യമേ തന്നെ ആട്ടിക്കൊടുത്ത് മറിച്ചവരെ നിർത്തണമായിരുന്നു. ഇപ്പൊ അവൾ നിന്റെ കാൽ കീഴെ നിന്നേനെ. എന്ത് കണ്ടിട്ടാടി നീ അഹങ്കരിക്കുന്ന? നിന്നെ തിരിഞ്ഞു നോക്കാതെ നിന്റെ വീട്ടുകാരെ കണ്ടിട്ടാ? നീ ഇതിനകത്ത് ചത്തിടന്നാലേ ഒരു പട്ടിയും ചോദിക്കാൻ വരാൻ പോണില്ല. നിന്നെ എങ്ങനെ മരം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം നന്നായിട്ട്. വണ്ടി വന്നിട്ടുണ്ട്, പോലീസാണോ? പോലീസ് 5-6 പേരുണ്ട്. നിങ്ങളെ ജയിൽ വിസയായിട്ട് അവര് വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടാ പോലീസ് വന്നത്. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ? നീ ആടുത്ത് ചോദിച്ചിട്ടാടി ജോലിക്ക് പോയത്? എന്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേ? അമ്മ, ഇത് എന്റെയും കൂടെ വീടാ. നിയമപരമായിട്ട് എനിക്ക് അവകാശപ്പെട്ട വീട്. അമ്മ ആയിലോർന്നേ. നിനക്കൊരു അവകാശം ഈ വീട്ടിലില്ല. ഈ വീട്ടിൽ അടിച്ചു കളിക്കാനും വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നീ ഈ വീട്ടിൽ നിന്നാ മതി. നീ എവിടെ പഠിപ്പിക്കാൻ പോയി? നീ അവിടെ പോയി കിടക്കും. അമ്മേ, ഇനി അമ്മയും മോനും കൂടെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഉള്ള കാലം ഞാൻ ഇവിടെ അടിമയെ പോലെ കിടക്കുമെന്നോ? ഞങ്ങളെ പോലെ സഹായിക്കാൻ ഇതുപോലത്തെ പോലീസൊക്കെ ഉള്ളത്. ഇനി അമ്മയ്ക്കും മോനും പോയി ജയിലിൽ കിടക്കാം. അമ്മയ്ക്ക് സദാസമയം ടൈം ടേബിൾ അനുസരിച്ച് അവർ ആഹാരം കൊണ്ട് തന്നോളൂ. അമ്മയ്ക്ക് അത് പോരെ? ഞാൻ വെറുതെ വിടില്ല, നീ ഓർത്തോ. നിങ്ങൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയാലുവേ ഇവിടെ നല്ലൊരു വേലക്കാരി കിട്ടും. പക്ഷേ സ്നേഹമുള്ള ഒരു ഭാര്യ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നീ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? നിങ്ങളുടെ കാറുണ്ട് പുറത്ത്. ഞാനുണ്ട്. എനിക്കത് മതി. അമലയുടെ പക്കലുള്ള പുസ്തകങ്ങൾ അവളുടെ സ്വപ്നങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമാണ്. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസവും സ്വന്തമായൊരു വരുമാനവും ഉണ്ടെങ്കിൽ അവൾക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. കഴുത്തിലെ താലി അടിമത്തത്തിന്റെ അടയാളമല്ല, പരസ്പര ബഹുമാനത്തിന്റെ പ്രതീകമാണ്. ഓരോ സ്ത്രീയും
അവളുടെ ജീവിതത്തിലെ നായികയാകട്ടെ, വേലക്കാരിയല്ല.